മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു മോഹമുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ മാഡം, വേറൊന്നുമില്ല, ചെറിയ നിസ്സാരമായ കാര്യം. എന്താ? അങ്ങനൊന്നുമല്ല മാഡം. ഞാനേ ചായ കൊണ്ട് തരുന്നുണ്ട്, ഫയൽ കൊണ്ട് തരുന്നുണ്ട്. എന്തിനും ഉണ്ണിയുണ്ടല്ലോ ഈ ഓഫീസിൽ ഓടി ചാടി നടക്കാൻ വേണ്ടിയിട്ട്. എന്തിനുണ്ട്, എപ്പോൾ ഉണ്ട്, ഇനിയും ഉണ്ടാവും. മാഡം, വീടിയില്ല സാറ് ജോയിൻ ചെയ്യാൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ. ആ കസേരയിൽ തൽക്കാലം ഞാൻ അവിടെ ഇരുന്നോട്ടെ. ഒരാഗ്രഹമാണ് സാറേ, അവിടെ ഇരുന്നോട്ടെ ഞാൻ. ഉണ്ണി ഉണ്ണി ഇവിടുത്തെ ഓയാണ്, അതറിഞ്ഞൂടെ? അറിയാം, ഞാൻ ഇവിടുത്തെ പ്യൂണാന്ന്, അതെല്ലാവർക്കും അറിയുന്നത് തന്നെ. ശീതള സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാക്കും. എന്റെ മാഡം, ശീതള സാർ രാവിലെ ഓഫീസിൽ കയറിയാൽ വൈകുന്നേരം 5 മണിക്കല്ലേ ഇറങ്ങി പോലെ വീട്ടിലേക്ക്. അതിൻ്റെ എന്തെങ്കിലും ആവശ്യം വന്നാലും ഫോൺ വിളിക്കലല്ലേ, ഇങ്ങോട്ട് ഇറങ്ങി വരലണ്ട. എപ്പെങ്കിലും വന്നിട്ടുണ്ടാ, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ മാഡം. പിന്നെ ഉണ്ണിക്ക് ഇരിക്കുന്ന ആഗ്രഹമാണെങ്കിൽ ഇരുന്നോ, എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട. മേഡം ഇത് ആരോട് പറയാണ്ടെന്നാ മതി. ഞാനോട് നല്ല ആഗ്രഹം. ഒന്നും ഞെക്കൂല, സാധനം തൊടൂല. തുടരുത്. ഞാൻ കൊണ്ടുവച്ച ഫയലല്ലേ ഇത്, പക്ഷെ ഞാൻ തൊടൂല. അതാണ്. അതെ, ഞാനേ ഇപ്പൊ വരാട്ടാ, ഇപ്പൊ വരാം. ഇനി മുതൽ ഉണ്ണി വേറെ ലെവല. ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതിലൊക്കെ ഇരിക്കുമ്പോൾ, വെറുതെ അല്ല. ഒരു അധികാരം, അധികാര കസേര. സാറേ, ഇത് ഫുഡ് സേഫ്റ്റി ഓഫീസല്ലേ? അതെ, ഇരിക്ക്. ഇരിക്കാൻ കസേരയില്ല സാറേ. എന്നാ നിന്നോ. എന്താണ് പ്രശ്നം, എന്താണ്? അത് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഹോട്ടലിനെ കുറിച്ച് ആരോ പരാതി അയച്ചു. എന്നിട്ട് ഇവിടുന്ന് ആൾ വന്ന് പരിശോധിച്ചൊരു പൂട്ടിച്ചിന്. അതൊന്ന് തുറന്നു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാനാ വന്നിന്. ഇപ്പൊ പൂട്ടിയിട്ടേ ഇല്ല? പൂട്ടിയിട്ടില്ല. ശരി. അപ്പൊ അതിന്റെ താക്കോലാരെയും ഇല്ലേ? താക്കോൽ എൻ്റെ ഉണ്ട്. കടകം കഴുത്, ഭക്ഷണം കഴുത്, പൂട്ടും കഴുത്, താക്കോലും കഴുത്. തുറക്കാൻ ഞാൻ വരണം നിങ്ങൾ? അല്ല, അത് വേണ്ട, ഞാൻ തുറന്നോളും. അല്ലേ? അപ്പൊ തുറക്കാവാ? പിന്നെ നിങ്ങളല്ലാണ്ട് ഞാനാ തുറക്കണ്ട്? നിങ്ങൾക്ക് തുറക്കാലോ നിങ്ങളെ കട, അല്ലേ? തുറക്കാല്ലേ? പിന്നെന്ത് സംശയം? എന്നാ തുറക്കാല്ലേ? പിന്നെ അങ്ങനല്ലേ എന്റെ കണക്ക്. പിന്നെ നമ്മളെ സ്ഥാപനം തുറക്കണ്ട് നമ്മളല്ലേ. ഹലോ ചേട്ടാ, എന്താ കാര്യം? എന്താ? ഒരു പാവശുദ്ധനായ മനുഷ്യൻ സ്വന്തം കട തുറക്കാൻ അനുവാദം ചോദിക്കാൻ വന്ന്. എന്താ പ്രശ്നം? എൻ്റെ പേര് രാഘവൻ എന്നാണ്. എൻ്റെ ഹോട്ടല് ആരോ പരാതി കൊടുത്തിട്ട് ഇവിടുന്ന് വന്ന് പൂട്ടിച്ചിനി. കഴിഞ്ഞ ആഴ്ച പൂട്ടിയതാണോ? പൂട്ടിനി, കഴിഞ്ഞ ആഴ്ച പൂട്ടിനി. അതൊന്ന് തുറന്നു തരാൻ പറ്റുമോന്ന് ഞാൻ ഈ സാറിനോട് ചോദിക്കാൻ വന്ന. സാറ് പറഞ്ഞു തുറന്നോന്ന്, അതുകൊണ്ട് ഞാൻ പോയത്. ചേട്ടാ, അങ്ങനെ തുറക്കാൻ പറ്റില്ല. അത് ചേട്ടന്റെ ഫയല് പുട്ടപ്പ് ചെയ്തിട്ടില്ല. അതായത് ഒരു സാർ വരാനുണ്ട്, വന്നു കഴിഞ്ഞാൽ ആ ഫയല് പുട്ടപ്പ് ചെയ്യും. ചേട്ടാ ഒരു കാര്യം ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നോ. ചെല്. എണീക്കവിടുന്ന്. ഇതുപോലെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ അവിടെ കയറിയിരിക്കണേ. തോന്നിയ പോലെ പറയാ ഹോട്ടൽ തുറന്നോളാൻ. വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കയറിയിരിക്കുക. സാർ സാർ വരാം. മണതിരേ, ഞാൻ വിളിപ്പിച്ചതേ ക്വാർട്ടർലി റിപ്പോർട്ട് ചോദിച്ചിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ റിമാൻഡർ അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായി അത്? സാറേ, അത് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന പുതിയ ആളല്ലേ ചെയ്യണ്ടേ? അല്ല, അയാൾ എത്തിയില്ലല്ലോ. അത് മണ്ടോതിരി തന്നെ അതൊന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കായിരുന്നു നമുക്കത്. എക്സ്ക്യൂസ് മീ. യെസ്. ആരാണ്? സാറേ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സത്യശീലൻ.
ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് ഇപ്പോൾ ഇവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓ വെൽക്കം വെൽക്കം വെൽക്കം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇത് മണ്ടോദരി നമ്മുടെ ക്ലർക്കിൻ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. നമസ്കാരം സാർ. ഇരിക്കാം ഇരിക്കാം. Sit down. sir. Sit down. സാർ എന്നാ ഞാൻ ഓക്കെ ഇരിക്കൂ. പുതിയ സാറാ? ആ അപ്പൊ എന്റെ സീറ്റ് പോയി. ഞാൻ ശീതളൻ, വടക്കാഞ്ചേരിക്കാരനാണ്. ജോയിന്റ് റിപ്പോർട്ട് കൊണ്ടുവന്നുണ്ടല്ലോ. ഓ സാറേ. അപ്പൊ ഇത് ഫോർനൂൺ മുതൽ അല്ലേ? അതെ അതെ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യല്ലേ? ഓ റിപ്പോർട്ടൊക്കെ ഓക്കെയാണ് കേട്ടോ. എവിടെയാ അപ്പോ താമസിക്കുന്നത്? തിരുവല്ല. ആ ഹാ ഹാ. അപ്പൊ എങ്ങനെയാ ഡെയിലി പോയി വരാണോ? അല്ല, ഇപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു വാടക വീട് നോക്കണം സാറേ. പോയി വരാൻ കുറച്ച് ദൂരം ഉണ്ടല്ലോ. ഫാമിലി ഒക്കെ? ഫാമിലി വൈഫുണ്ട്, പിന്നെ 2 കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അവരിഞ്ഞിപ്പോൾ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഉണ്ടാകുന്നൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ ശരി. ഇനി ഈ മുളകിരിയോട്ടല്ലോ നിന്റെ നെഞ്ചത്തായിരിക്കും ഞെട്ടി പിടിക്കണം. എന്റെ ഭാര്യയ്ക്ക് കിട്ടാനുള്ള അവകാശം എങ്ങനെ നേടിയെടുക്കുമെന്ന് എനിക്കറിയാം. മണ്ടു, അപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന സത്യശീലനൊന്നും ഇവിടെ വരാൻ പറ. ശരി. എന്താ സാർ ഇത് എന്ത് ജോയിന്റ് റിപ്പോർട്ടാണ് പക്ഷേ? ഇത് ഐക്ക് കുത്തുമില്ല, ടീക്ക് വെട്ടുമില്ല. ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ വളരെ മോശം. ഒരു ജോയിന്റ് റിപ്പോർട്ടിങ്ങിന് വൃത്തിയായിട്ട് ഇംഗ്ലീഷിൽ എഴുതാൻ പഠിക്കണ്ടേ? കറക്റ്റ് സാർ. അതവിടെ ടേബിളിൽ സൗകര്യം ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് എഴുതിയാൽ പോരായിരുന്നു.